dears, welcome to ACS online class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടെക്സ്റ്റിലെ കുറച്ച് പ്രോബ്ലംസ് പഠിച്ചു അല്ലേ? എന്തായിരുന്നു ആ പ്രോബ്ലംസ് ഒക്കെ? മീറ്ററിനെയും സെന്റിമീറ്ററിനെയും ഒക്കെ ഉപയോഗിച്ച് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ഒക്കെയാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ അതിൽ ചില സംശയങ്ങളും ക്ലാരിഫിക്കേഷൻസും ഒക്കെ ചില കുട്ടികൾക്ക് ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അത് നന്നായിട്ടൊന്ന് ക്ലിയർ ആവും വരെ ആ അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ നന്നായിട്ടൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് മിസ് പ്രാക്ടീസ് ബുക്കിലെ പ്രോബ്ലംസ് ഒന്ന് പഠിപ്പിക്കുകയാണ്. ആ ഒരു അഡീഷൻ സബ്ട്രാക്ഷൻ ക്ലിയർ ആയി കഴിഞ്ഞാൽ, ആ ഒരു ഭാഗം ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാക്കി ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് ഒക്കെ പഠിക്കാം. സോ ഓൾ ഓഫ് യു ടേക്ക് യുവർ പ്രാക്ടീസ്. Okay, practice book, chapter 2, long and short, page number 6. Okay, നമുക്ക് പ്രാക്ടീസ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നോക്കിക്കേ, ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ആദ്യം പഠിച്ച പോലെ തന്നെ കുറച്ച് ഡോട്ട്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഡോട്ട്സിനൊക്കെ പേരുണ്ട്, എ ബി സി ഡി ഇ. ഈ ഡോട്ട്സിനെ എല്ലാം കണക്ട് ചെയ്ത് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് ലൈൻസ് വരയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ സ്കെയിൽ ഉപയോഗിച്ച് ആ ലൈൻസിൻ്റെയൊക്കെ മെഷർമെന്റ് എടുക്കുക. കണ്ടോ, മെഷർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഏതൊക്കെ ലൈൻസിന്റെ മെഷർമെന്റ്സ് ആണ് വേണ്ടത് എന്നവിടെ കൊടുത്തിട്ടുണ്ട്. എ ആൻഡ് ബി, എയുടെയും ബിയുടെയും തമ്മിലുള്ള ആ ഡോട്ട്സ് കണ്ടോ, എ ബി എന്ന് പേര് കൊടുത്തിരിക്കുന്ന ഡോട്ട്സ് കണ്ടോ, ആ ഡോട്ട്സിനെ കണക്ട് ചെയ്ത് സ്കെയിൽ ഉപയോഗിച്ച് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ ലൈൻ മെഷർ ചെയ്യുക. എത്ര സെന്റിമീറ്റർ ഉണ്ടെന്ന് മെഷർ ചെയ്യാം. നമ്മൾ 3rd സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്, സത്യമല്ലേ? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ അല്ലെ? സ്കെയിലിൽ സെന്റിമീറ്റർ മാത്രമേ മെഷർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, സത്യമല്ലേ? കാരണം എന്താ, സ്കെയിലിന്റെ നീളം കുഞ്ഞ് സ്കെയിലൊക്കെ ആണെങ്കിൽ 15 സെന്റിമീറ്റർ നീളമുള്ള സ്കെയിലുകളേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ആ എ ബി ലൈൻ വരച്ച് എ ബിയുടെ ലെങ്ത് എടുക്കുക. ഏകദേശം 4.5 സെന്റിമീറ്റർ വരും. ഒന്ന് ശ്രദ്ധിക്കുക, കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യുക. 4.5 സെന്റിമീറ്റർ വരും. പിന്നെ എയിൽ നിന്ന് സിയിലോട്ട് ലൈൻ വരയ്ക്കുക. എ സി ലൈൻ, അങ്ങനെ ഡിസ്റ്റൻസ് എഴുതുക. അവിടെ 5.2 സെന്റിമീറ്റർ വരും. മിസ് മെഷർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് 5.2 സെന്റിമീറ്റർ വരും. പിന്നെ എയിൽ നിന്ന് ഡിയിലോട്ട് ലൈൻ വരയ്ക്കുക. എയിൽ നിന്ന് ഡിയിലോട്ട് ലൈൻ വരയ്ക്കുക. എ ഡിയുടെ എത്ര ദൂരമുണ്ട് അല്ലെങ്കിൽ എത്ര ലെങ്ത് ഉണ്ട് എന്ന് മെഷർ ചെയ്യുക, അവിടെ എഴുതുക. ഏകദേശം 9 സെന്റിമീറ്റർ വരും. ഞാൻ ഈ മെഷർമെന്റ്സ് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്ത് അത് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തി കറക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ പറയുന്നത് കേട്ട് എഴുതാൻ നിൽക്കാതെ അത് ചെയ്ത് നോക്കി തന്നെ കണ്ടുപിടിച്ച് എഴുതുക, എന്നാലേ അത് കൃത്യമായി മനസ്സിലാവുകയുള്ളൂ കേട്ടോ. ഇനി അടുത്തത് എയിൽ നിന്ന് ഇയിലോട്ട് ലൈൻ വരച്ച് എ ഇ ലൈനിന്റെ മെഷർമെന്റ് എടുക്കുക, അവിടെ എഴുതുക. 9.5 സെന്റിമീറ്റർ വരും. പിന്നെ അടുത്ത ലൈൻ ഏതാണ്? ബി ആൻഡ് സി. ബിയിൽ നിന്ന് സിയിലോട്ട് ലൈൻ വരയ്ക്കുക, മെഷർ ചെയ്യുക. ബി സി ലൈൻ 6.8 സെന്റിമീറ്റർ വരും. പിന്നെ ബി ഡി ലൈൻ 9.2 സെന്റിമീറ്റർ വരും. പിന്നെ ബി ഇ ലൈൻ 8.2 സെന്റിമീറ്റർ വരും. പിന്നെ സി ഡി ലൈൻ 4.4 അല്ലെങ്കിൽ 4.5 സെന്റിമീറ്റർ വരും. പിന്നെ സി ഇ ലൈൻ 6 സെന്റിമീറ്റർ വരും. പിന്നെ ഡി ഇ, ഡിയും ഇയും തമ്മിലുള്ള ലൈൻ ഡി ഇ ലൈൻ 3.2 സെന്റിമീറ്റർ വരും. അപ്പൊ എല്ലാ ലൈനിന്റെയും മെഷർമെന്റ്സ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. അങ്ങനെയെങ്കിൽ which point is nearest to A? എയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ലൈൻ അല്ലെങ്കിൽ പോയിന്റ് അല്ലെങ്കിൽ ഡോട്ട് ഏതാണ്? ഏറ്റവും എയുടെ ലൈൻസ് മാത്രം നോക്കിയേ. എ ആൻഡ് ബി, എ ആൻഡ് സി, എ ആൻഡ് ഡി, എ ആൻഡ് ഇ. ഇതിൽ ഏറ്റവും ചെറിയ മെഷർമെന്റ് ഏതാണ്? എ ആൻഡ് സി 5.2 സെന്റിമീറ്റർ ആണ്. എയുടെയും ഡിയുടെയും 4.5, എ ആൻഡ് സി 5.2. പിന്നെയോ എയുടെയും ഡിയുടെയും 9 സെന്റിമീറ്റർ, എയുടെയും ഇയുടെയും 9.5 സെന്റിമീറ്റർ. അപ്പൊ ഏറ്റവും ചെറുത് ഏതാണ്? ബി ആണ്. ബി ആണ്. ബിയുടെ ലെങ്ത് എത്രയാണ്? 4.5 സെന്റിമീറ്റർ ദൂരമേ ഉള്ളൂ. എയും സിയും തമ്മിൽ അതിനെക്കാട്ടി കുറച്ചുകൂടെ ദൂരമുണ്ട്, 5.2 സെന്റിമീറ്റർ ഉണ്ട്. സോ ഏറ്റവും എയോട് കൂടുതൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പോയിന്റ് ഏതാണ്? ബി ആണ്. ആ ലെങ്ത് ഏറ്റവും കുറവാണ്, അതാണ് അല്ലെ മനസ്സിലാക്കേണ്ടത്. ഇനി which point is farthest from A? എയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അകത്ത് നിൽക്കുന്ന പോയിന്റ് ഏതാണ്? ഏറ്റവും കൂടുതൽ അകത്ത് നിൽക്കുന്ന ഇ ആണ്. എ ഇ ലൈൻ 9.5 സെന്റിമീറ്റർ വരുന്നുണ്ട് അല്ലെ, വലിയ ലെങ്ത് ആണ്. സോ എ ഇ ലൈൻ ആണ് എയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അകലെ മാറി നിൽക്കുന്ന പോയിന്റ് ഇ ആണ്. അപ്പൊ അവിടെ എഴുതിക്കുക എല്ലാവരും ഇ. കാരണം എന്താണ്? എ ഇ ലൈൻ 9.5
5 വരുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വിച്ച് പോയിന്റ് ഇസ് നിയറസ്റ്റ് ടു എ. എയോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ബി ആണെന്ന് മനസ്സിലായി. വിച്ച് പോയിന്റ് ഇസ് ഫാർദസ്റ്റ് ഫ്രം എ. എയോട് ഏറ്റവും അകലെ നിൽക്കുന്നത് ഏത് പോയിന്റ് ആണ്? ഇ ആണ് എന്ന് മനസ്സിലായി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഇനി അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺവേർഷൻ ടേബിൾസ്. ഓക്കെ, കംപ്ലീറ്റ് ദ ഫോളോയിങ് കൺവേർഷൻ ടേബിൾസ്. ഫസ്റ്റ് ടേബിൾ നോക്കിയേ, 800 സെന്റിമീറ്റർ. 800 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ് എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കറിയാം 1 മീറ്റർ ഇസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ ആണ് അല്ലേ? അപ്പൊ 2 മീറ്റർ എന്ന് പറഞ്ഞാൽ 200 സെന്റിമീറ്റർ. അങ്ങനെ 3 മീറ്റർ എന്ന് പറഞ്ഞാൽ 300 സെന്റിമീറ്റർ ആണല്ലോ. അങ്ങനെ 800 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആയിരിക്കും? 8 മീറ്റർ ആയിരിക്കും അല്ലേ? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ. അപ്പൊ 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ അല്ലെ? തിരിച്ചു മറിച്ച് പറയാം. 1 മീറ്റർ 100 സെന്റിമീറ്റർ ആണെങ്കിൽ 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഉറപ്പായും 1 മീറ്റർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ 800 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 8 മീറ്റർ ആണ് അല്ലേ? അങ്ങനെയെങ്കിൽ 400 സെന്റിമീറ്റർ എന്തായിരിക്കും? 400 സെന്റിമീറ്റർ ഈക്വൽ ടു 4 മീറ്റർ അല്ലേ? അടുത്തത് 1700 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇത് എത്ര സെന്റിമീറ്റർ ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം 1 മീറ്റർ 100 സെന്റിമീറ്റർ ആണ്, 2 മീറ്റർ 200 സെന്റിമീറ്റർ ആണ്, 3 മീറ്റർ 300 സെന്റിമീറ്റർ ആണ്, 4 മീറ്റർ 400 സെന്റിമീറ്റർ ആണ്, 5 മീറ്റർ 500 ആണ്, 6 മീറ്റർ 600 സെന്റിമീറ്റർ ആണ്. അല്ലെങ്കിൽ 17 മീറ്റർ ആയിരിക്കും. 17 മീറ്റർ ആയിരിക്കും 1700 സെന്റിമീറ്റർ അല്ലേ? ഇതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കാൻ മിസ്റ്റർ എളുപ്പ വഴി പറഞ്ഞുതരാം. ഓരോന്നിനെയും എത്ര മീറ്ററിലോട്ട് സെന്റിമീറ്ററിന്റെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് സെന്റിമീറ്ററിൽ നിന്ന് ഒരു നമ്പറിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇനി മീറ്ററിൽ നിന്ന് സെന്റിമീറ്ററിലോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ സെന്റിമീറ്ററിൽ നിന്ന് മീറ്ററിലോട്ട് പോവുകയാണ്. എന്താണ്? സെന്റിമീറ്റർ ചെറിയ അളവാണ്, മീറ്റർ ആണ് കുറച്ചുകൂടെ വലിയ അളവ് അല്ലെ? 1 മീറ്റർ ഈക്വൽ ടു 100 സെന്റിമീറ്റർ. 100 സെന്റിമീറ്റർ ആയാലേ 1 മീറ്റർ ആവുകയുള്ളൂ. അപ്പൊ സെന്റിമീറ്റർ ആണ് ചെറിയ അളവ്. ആ ചെറിയ അളവിനെ വലിയ അളവിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ 100 ചെയ്യണം. ഈ വലിയ അളവ് തന്നിട്ടുണ്ട്, മീറ്റർ തന്നിട്ടുണ്ട്. ചെറിയ അളവിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 100 ചെയ്യണം. അപ്പോൾ ഇവിടെ 1700 സെന്റിമീറ്ററിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ്? ആ 2 സീറോസ് പോകും അല്ലെ? 2 സീറോസ് പോകും. 17 എന്ന് പറയുന്നത്. അപ്പോൾ 17 സെന്റിമീറ്റർ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 9 മീറ്റർ. ഇവിടെ നമുക്ക് മീറ്റർ അറിയാം, സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ്. മീറ്ററിനെ വലിയ നമ്പറിന്റെ വലിയ യൂണിറ്റിനെ ചെറിയ യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 100 ചെയ്യണം. ഇൻറ്റു 100, 9 ഇൻറ്റു 100 അല്ലെ? ഈ 9 ഇൻറ്റു 100 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 9ന്റെ കൂടെ 100 ഇൻറ്റു ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യുക? 2 സീറോസ് ഇട്ട് കൊടുക്കുക. ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ 2 സീറോസ് എടുത്ത് മാറ്റുക. കേട്ടോ, ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ 2 സീറോസ് എടുത്ത് മാറ്റുക. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ 2 സീറോസ് അതിൽ നിന്ന് എടുത്ത് മാറ്റുക. ഇനി 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ 2 സീറോസ് ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തതാണ്, കാരണം വലിയ മീറ്റർ ഉണ്ട്, വലിയ യൂണിറ്റ് ഉണ്ട്, ചെറിയ യൂണിറ്റിലെ നമ്പർ കണ്ടുപിടിക്കണം. വലിയ യൂണിറ്റിൽ നിന്ന് ചെറിയ യൂണിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ സംശയമാണ്. സെന്റിമീറ്ററിൽ നിന്ന് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡഡ് ബൈ 100. ഇനി മീറ്ററിൽ നിന്ന് എന്താണ്? സെന്റിമീറ്ററിലോട്ട് ആക്കണമെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് രണ്ടും എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചാൽ ഓർമ്മയുണ്ടാവും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 7 മീറ്റർ. സെന്റിമീറ്റർ വന്നിരിക്കുകയാണ് മീറ്ററിലോട്ട് മീറ്റർ വന്നിരിക്കുകയാണ് സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. വലിയ യൂണിറ്റിനെ ചെറിയ യൂണിറ്റിലോട്ട്
കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇൻറ്റു 100 കൊടുക്കുക. അപ്പോൾ 7 × 100 എന്താണ്? 700. 700 സെന്റിമീറ്റർ ആണ് 7 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡാഷ് സെന്റിമീറ്റർ. ഡാഷ് സെന്റിമീറ്റർ അറിയില്ല, മീറ്റർ അറിയാം. 15 മീറ്റർ അല്ലേ? അപ്പോൾ വലിയ യൂണിറ്റ് അറിയാം, ചെറിയ യൂണിറ്റ് കണ്ടുപിടിക്കണം. വലിയ യൂണിറ്റിൽ നിന്ന് ചെറിയ യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. എങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 100 ചെയ്യണം. 15 × 100. ആ 15 എഴുതി ഇൻറ്റു 100 ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ എഴുതാൻ പറ്റും. ആ 100 രണ്ട് സീറോസ് ഇട്ട് കൊടുത്താൽ മതി അല്ലേ? 1500 സെന്റിമീറ്റർ ആണ് 15 മീറ്റർ. ഓക്കെ, ടേബിൾ 1 എളുപ്പമായിരുന്നല്ലോ. ഇനി അടുത്തത് ടേബിൾ 2. ടേബിൾ 2 ശരിയാണ്. ഡാഷ് മീറ്റർ ഇസ് ഈക്വൽ ടു എന്താണ്? ഇത് മീറ്റർ കിലോമീറ്ററും തമ്മിലാണ് കേട്ടോ. നമ്മൾ സെന്റിമീറ്റർ മീറ്ററും കഴിഞ്ഞു. ഫസ്റ്റ് ചെറിയ യൂണിറ്റ് സെന്റിമീറ്റർ ആണ്, പിന്നെ അതിനേലും വലിയ യൂണിറ്റ് മീറ്റർ ആണ്, പിന്നെ അതിനേലും വലിയ യൂണിറ്റ് കിലോമീറ്റർ ആണ്. അപ്പോൾ സെന്റിമീറ്ററും മീറ്ററും നമ്മുടെ കാര്യം നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി മീറ്ററും കിലോമീറ്ററും നമുക്ക് നോക്കാം. ഏറ്റവും ചെറിയ യൂണിറ്റ് സെന്റിമീറ്റർ, കുറച്ചുകൂടി വലിയ യൂണിറ്റ് മീറ്റർ, അതിനേലും വലിയ യൂണിറ്റ് കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി സെന്റിമീറ്റർ മീറ്റർ ഉപയോഗിച്ച് ഫസ്റ്റ് രണ്ടെണ്ണം ഉപയോഗിച്ച് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്തു. ടേബിൾ 2 മീറ്റർ കിലോമീറ്റർ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡാഷ് മീറ്റർ ഇസ് ഈക്വൽ ടു 4 കിലോമീറ്റർ. ഇത് അറിയണമെങ്കിൽ അതിന്റെ റിലേഷൻ അറിയണം. ഓക്കെ, അതിന്റെ റിലേഷൻ എന്താണ്? 1 കിലോമീറ്റർ ഇസ് ഈക്വൽ ടു എന്താണ്? 1 കിലോമീറ്റർ ഇസ് ഈക്വൽ ടു എന്താണ്? 1000 മീറ്റർ ആണ്. 1000 മീറ്റർ ആയാൽ മാത്രമേ 1 കിലോമീറ്റർ ആകുകയുള്ളൂ. ഇപ്പൊ 2 കിലോമീറ്റർ ആണെങ്കിൽ എന്താണ്? 2000 മീറ്റർ. 3 കിലോമീറ്റർ 3000 മീറ്റർ. കേട്ടോ, 3000 മീറ്റർ. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്താണ്? കിലോമീറ്റർ ആണ് വലിയ നമ്പർ അല്ലെ? അപ്പൊ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ മിസ് എന്ത് പറഞ്ഞു? ഇൻറ്റു ചെയ്യണം അല്ലെ? ഇവിടെ ഇൻറ്റു 100 ഉപയോഗിച്ചാണോ ചെയ്യുന്നത്? അല്ല, 1000 ഉപയോഗിച്ചാണ്. കാരണം എന്താണ്? ഇവ തമ്മിലുള്ള കണക്ഷൻ 1000 ആണ് അല്ലെ? 1 കിലോമീറ്റർ ഇസ് ഈക്വൽ ടു 1000 മീറ്റർ എന്നാണ്. സോ 1000 കൊണ്ട് വേണം എന്ത് ചെയ്യാൻ? മൾട്ടിപ്ലൈ ചെയ്യാൻ. കിലോമീറ്റർ വലിയ യൂണിറ്റ് ആയ കിലോമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ അവർ തമ്മിലുള്ള കണക്ഷൻ 1000 എന്ന നമ്പറാണ്. സോ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ചെറിയ യൂണിറ്റ് ആയ മീറ്ററിൽ നിന്ന് കിലോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത് ഓർമ്മ വേണം. ചെറിയ യൂണിറ്റ് ആയ മീറ്ററിൽ നിന്ന് വലിയ യൂണിറ്റ് ആയ കിലോമീറ്ററിലോട്ട് മാറ്റണമെങ്കിൽ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി വലിയ യൂണിറ്റ് ആയ കിലോമീറ്റർ ഉണ്ട് മീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ വലിയ യൂണിറ്റിൽ നിന്ന് ചെറിയ യൂണിറ്റ് കണ്ടുപിടിക്കാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം ഇവ തമ്മിലുള്ള റിലേഷൻ 1000 വെച്ചിട്ടുള്ള കളിയാണ് അല്ലെ? 1 കിലോമീറ്റർ ഇസ് ഈക്വൽ ടു 1000 മീറ്റർ. അതാണ് ആ റിലേഷൻ ആയതുകൊണ്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിലോമീറ്റർ ഉണ്ട്, 4 കിലോമീറ്റർ ഉണ്ട്. ചെറിയ യൂണിറ്റ് ആയ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്യണം? ഇൻറ്റു 1000. 4000. 4 × 1000 എന്നാണ്? 4 എഴുതി ആ 1000ന്റെ കൂടെയുള്ള 3 സീറോസ് ഇട്ട് കൊടുത്തു. 4000 എന്ന് വായിച്ചു. 4000 മീറ്റർ ആണ് 4 കിലോമീറ്റർ. ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഡാഷ് മീറ്റർ ഇസ് ഈക്വൽ ടു 9 കിലോമീറ്റർ. എന്താണ്? കിലോമീറ്ററിൽ നിന്ന് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 1000 ചെയ്യുക. അപ്പൊ 9 × 1000 എന്താണ്? 9000 ആണ്. 9ന്റെ കൂടെ 3 സീറോസ്. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 13 കിലോമീറ്റർ വന്നിട്ടുണ്ട്. മീറ്റർ എത്രയാണ് കണ്ടുപിടിക്കുന്നത്? എന്ത് ചെയ്യണം? 13 × 1000 എന്താണ്? എന്ത് ചെയ്യും? 13,000 അല്ലെ? 13,000. 13ന്റെ കൂടെ ഇൻറ്റു 1000 ചെയ്യുമ്പോൾ ആ 1000ന്റെ 3 സീറോസ് ഇട്ട് കൊടുത്തു. അങ്ങനെ 13,000 എന്ന് ആവശ്യം. ഇനി ചെറിയ യൂണിറ്റ് ഉണ്ട്. ചെറിയ യൂണിറ്റ് ആയ മീറ്റർ ഉണ്ട്. 7,000 മീറ്റർ ഉണ്ട്. കിലോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. ചെറിയ യൂണിറ്റ് ആയ മീറ്ററിൽ നിന്ന് കിലോമീറ്ററിലോട്ട് വലിയ യൂണിറ്റ് ആയ കിലോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഡിവൈഡ് ബൈ 1000 ചെയ്യും. ഈ നമ്പർ ഡിവൈഡ് ബൈ 1000 ചെയ്താൽ എന്ത് വെച്ചു? ആ 3 സീറോസ് 1000ലുള്ള ആ 3 സീറോസ് ഈ ഇവിടെയുള്ള 3 സീറോസ് ഞാൻ കൊണ്ടുപോകും അല്ലെ?
7 കിലോമീറ്റർ കിട്ടും. 7000 meter is equal to 7 kilometer ആണ് അല്ലേ. 1 kilometer 1000 meter ആണ്, 2 kilometer 2000 meter ആണ്, 3 kilometer 2000 meter ആണ്, 4 kilometer 4000 meter ആണ്. അങ്ങനെ 7 kilometer ആയിരിക്കും 7000 meter അല്ലേ. ഇനി 5000 meter എന്ന് വെച്ചാൽ എന്തായിരിക്കും? എത്ര സെന്റിമീറ്റർ ആണ്? സോറി, ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 7 meter is equal to dash സെന്റിമീറ്റർ എന്നാണ്. സെന്റിമീറ്റർ ആണ്. സോറി, 7000 meter is equal to എന്താണ്? എത്ര സെന്റിമീറ്റർ എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം മീറ്ററിൽ നിന്ന് സെന്റിമീറ്ററിലോട്ട് വലിയ ഒരു മെഷർമെന്റ് ആണ് മീറ്റർ, ചെറുതായ മെഷർമെന്റ് ആണ് എന്ത്? സെന്റിമീറ്റർ. അപ്പൊ വലുതിൽ നിന്ന് ചെറുതിലോട്ട് പോകണമെങ്കിൽ ഇൻറ്റു 100. ഇപ്പൊ നമ്മളെ കണക്ഷൻ ഇൻറ്റു 100 ആണ്. അപ്പൊ ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എന്താണ്? ആ 100ന് 2 സീറോസ് കൊടുക്കുക. അപ്പൊ ഇവിടെ ഓൾറെഡി 3 സീറോസ് ഉണ്ട്. ഇനി ഇൻറ്റു 100 ചെയ്യുമ്പോൾ 2 സീറോസ് കൊടുക്കും. അതായത് മിസ് യൂണിറ്റ് ശ്രദ്ധിച്ചില്ല. ഇവിടെ 7000 മീറ്റർ ആണ്. മീറ്ററിൽ നിന്ന് സെന്റിമീറ്ററിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. മീറ്ററും സെന്റിമീറ്ററും നമ്മുടെ കണക്ഷൻ 1 meter is equal to 100 centimeter ആണ്. 1 meter is equal to 100 centimeter ആണ്. അപ്പോൾ മീറ്ററിൽ നിന്ന് സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. വലിയ യൂണിറ്റിൽ നിന്ന് ചെറിയ യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 100 ചെയ്യണം. ഇവിടെ ഓൾറെഡി 7000 ഉണ്ട്. 7000ന്റെ കൂടെ ഇൻറ്റു 100 ചെയ്യുമ്പോൾ 2 സീറോ. അപ്പോൾ 7000 മീറ്റർ ഉണ്ട്. സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻറ്റു 100 ചെയ്യണം അല്ലെ. ഇൻറ്റു 100. 7ന്റെ കൂടെ ഓൾറെഡി ഇവിടെ 3 സീറോസ് ഉണ്ട്. ഇൻറ്റു 100 ചെയ്യുമ്പോൾ 2 സീറോസ് കൂടെ എക്സ്ട്രാ വരും അല്ലെ. 2 സീറോസ് കൂടെ എക്സ്ട്രാ വരും. അല്ലെങ്കിൽ എന്തെന്ന് വായിക്കും? 7000000. 7ന്റെ കൂടെ 5 സീറോസ്. ഓക്കെ, അപ്പൊ 7 lakh സെന്റിമീറ്റർ എന്ന് വായിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ 5000 മീറ്റർ. അവിടെ 5000 സീറോസ് ഓൾറെഡി ഉണ്ട്. സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. വലിയ യൂണിറ്റായ മീറ്ററിൽ നിന്ന് സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 100 ചെയ്യണം അല്ലെ. ഇൻറ്റു 100. അപ്പൊ ഇൻറ്റു 100 ചെയ്യുമ്പോൾ ആ 100ന്റെ 2 സീറോസ് കൂടെ വരും അല്ലെ. അപ്പൊ ടോട്ടൽ എത്ര? 5 സീറോസ് വന്നിട്ടുണ്ട്. അപ്പൊ 5 അത് കഴിഞ്ഞാൽ പിന്നെ 0 0 0 0 0. 5ന്റെ കൂടെ 5 സീറോസ്. അങ്ങനെയെങ്കിൽ എടുത്തത് വായിക്കും 5 lakh എന്ന് വായിക്കും. 5 lakh സെന്റിമീറ്റർ എന്ന് വായിക്കും. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 12000 മീറ്റർ ആണ്. 12000 മീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ മീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും മിസ് ഓർമ്മപ്പെടുത്തുന്നു ഇൻറ്റു 100 ചെയ്യണം. ഇൻറ്റു 100 ചെയ്ത ഉത്തരം എന്ത് കിട്ടും? ഓൾറെഡി 12ന്റെ കൂടെ 3 സീറോസ് ക്വസ്റ്റ്യനിലുണ്ട്. ഇനി ഇൻറ്റു 100 കൂടെ ചെയ്യുമ്പോൾ 2 സീറോസ് കൂടെ വരും. ഓക്കെ, ഇൻറ്റു 100 ചെയ്യുമ്പോൾ 2 സീറോസ് ഉണ്ട്. അപ്പം ആൻസർ ആണ് 1200000. എന്താണ്? 12 lakh എന്ന് പറയും. 12 lakh സെന്റിമീറ്റർ. 12ന്റെ കൂടെ 5 സീറോസ്. ഓക്കെ, അപ്പൊ ടേബിൾ 2 കംപ്ലീറ്റ് ആയി. ഇനി ടേബിൾ 3. ടേബിൾ 3 എങ്ങനെയാണ്? ടേബിൾ 3 എന്ന് പറഞ്ഞാൽ 5 meter 30 centimeter ആണ്. അതിനെന്ത് ചെയ്യണം? സെന്റിമീറ്ററോട് മാത്രം കൺവേർട്ട് ചെയ്യണം. ഓക്കെ, 5 meter എന്ന് പറഞ്ഞാൽ 500 centimeter ആണ്. 500 centimeter പ്ലസ് ഇവിടെ 30 centimeter അതുപോലെ തന്നെ 500 centimeter പ്ലസ് 30 centimeter എന്താണ്? 530 centimeter ആണ് അല്ലേ. അതിൽ അടുത്ത ക്വസ്റ്റ്യൻ 7 meter 15 centimeter. സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ്. ഇപ്പൊ ഇവിടെ ഓൾറെഡി 15 centimeter ഉണ്ട്. അത് അതുപോലെ കിടക്കുകയാണ്. ഇവിടെ വ്യത്യാസമുള്ള യൂണിറ്റ് 7 meter മാത്രമാണ്. 7 മീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 100. അപ്പോൾ 700 സെന്റിമീറ്റർ പിന്നെ പ്ലസ് 15 സെന്റിമീറ്റർ. ഓൾറെഡി 15 സെന്റിമീറ്ററിൽ തന്നെ കിടക്കുകയാണ്. 15 സെന്റിമീറ്റർ. അപ്പോൾ 715 സെന്റിമീറ്റർ എന്ന് മനസ്സിലായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 9 meter 75 സെന്റിമീറ്റർ എന്നാണ്. അപ്പോൾ 75 സെന്റിമീറ്ററിന് വ്യത്യാസമൊന്നുമില്ല, സെയിം അതുതന്നെയാണ്. ഈ 9 meter എന്ന് പറഞ്ഞാൽ 900 സെന്റിമീറ്റർ. 900 സെന്റിമീറ്റർ ആണ്. 900 സെന്റിമീറ്റർ പ്ലസ് 75 സെന്റിമീറ്റർ is equal to 975 സെന്റിമീറ്റർ എന്ന് എഴുതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് മീറ്റർ ഡാഷ് സെന്റിമീറ്റർ. നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം.
245 സെന്റിമീറ്റർ എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം സെന്റിമീറ്ററിന്റെ അവിടെ ആ 2 ഡിജിറ്റ് നമ്പറേ വരുള്ളൂ 45. ഇനി മീറ്ററിന്റെ അവിടെ ആ 2 ഡിജിറ്റിന് മുൻപുള്ള ഏത് നമ്പറാണോ അത് മാത്രമേ ഇരിക്കുള്ളൂ. 2 മീറ്റർ 45 സെന്റിമീറ്റർ ആണ് 245 സെന്റിമീറ്റർ അല്ലേ. കറക്റ്റല്ലേ. 2 മീറ്റർ എന്ന് പറഞ്ഞാൽ 200 ആണ്, 200 സെന്റിമീറ്റർ ആണ്. 45 സെന്റിമീറ്റർ 200 പ്ലസ് 45 245 സെന്റിമീറ്റർ. ഇനി അടുത്തത് നോക്കി, അടുത്ത ദിവസം ഡാഷ് മീറ്റർ 38 സെന്റിമീറ്റർ എന്നാണ്. അങ്ങനെയെങ്കിൽ എന്താണ്, സോറി ഡാഷ് മീറ്റർ സെൻസറിന്റെ ആൻസർ പറഞ്ഞല്ലേ. ഡാഷ് മീറ്റർ ഡാഷ് സെന്റിമീറ്റർ 638 സെന്റിമീറ്റർ ആണ്. അപ്പൊ അവസാന ഡിജിറ്റ് നമ്പർ അവിടെ തന്നെ എഴുതി കൊടുക്കുക. സെന്റിമീറ്റർ അവിടെ എഴുതി കൊടുക്കാം. 38 സെന്റിമീറ്റർ എഴുതി കൊടുത്തു. ഇനി ആ 38 തൊട്ട് മുമ്പുള്ള നമ്പേഴ്സ് എല്ലാം മീറ്ററിന്റെ അവിടെ എഴുതി കൊടുത്തു. അപ്പോൾ 6 മീറ്റർ 38 സെന്റിമീറ്റർ ആണ്. 638 സെന്റിമീറ്റർ സത്യമല്ലേ. 6 മീറ്റർ എന്ന് പറഞ്ഞാൽ 600 സെന്റിമീറ്റർ ആണ്. പ്ലസ് 38 സെന്റിമീറ്റർ 638 സെന്റിമീറ്റർ. അടുത്ത ദിവസം നിങ്ങൾ ചെയ്യുമല്ലോ. 876 എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ് എത്ര സെന്റിമീറ്റർ ആണെന്ന് കണ്ടുപിടിച്ച് എഴുതുക. അതുപോലെ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യനും. പക്ഷെ അവിടെ 2 ഡിജിറ്റ് നമ്പർ മാത്രമല്ല 3 ഡിജിറ്റ് നമ്പർ എടുക്കണം. കാരണം ഇത് നമ്മുടെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ 1000 മീറ്റർ എന്നാണ്. 3 സീറോസ് വരുന്നുണ്ട്. സോ ഇവിടെ 3 നമ്പേഴ്സ് എന്താണ് കണക്ട് ചെയ്യപ്പെടും. 3 നമ്പേഴ്സ് കൺസിഡർ ചെയ്യാം. മിസ് കാണിച്ചു തരാം. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. 4 കിലോമീറ്റർ എന്ന് വെച്ച് 4 കിലോമീറ്റർ 250 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4000 മീറ്റർ ആയിട്ട് 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. അല്ലെങ്കിൽ 4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 4000 മീറ്റർ ആണ്. പ്ലസ് 250 മീറ്റർ അല്ലേ. 250 മീറ്റർ ഓൾറെഡി ഉണ്ട്. എത്ര മീറ്റർ ടോട്ടൽ? 4000 പ്ലസ് 250 എന്താണ്? 4250 4250 മീറ്റർ ആണ്. ഓക്കെ. അങ്ങനെ 2 കിലോമീറ്റർ 475 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആയിരിക്കും? നമുക്ക് നിസ്സാരം പറയാം 2475 ആണ്. 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 2000 മീറ്റർ ആണ്. 475 മീറ്റർ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ്. അപ്പോൾ 2000 പ്ലസ് 475 2475 മീറ്റർ. അപ്പോൾ അടുത്ത ദിവസം ചെയ്യുമല്ലോ. 7 കിലോമീറ്റർ 50 സെന്റിമീറ്റർ. അവിടെ തെറ്റിക്കില്ല. 7 കിലോമീറ്റർ ഇവിടെ 2 ഡിജിറ്റ് നമ്പറേ ഉള്ളൂ. 50 സെന്റിമീറ്ററേ ഉള്ളൂ. ഇതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ തെറ്റിക്കരുത്. 7 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 7000 7ന്റെ കൂടെ 3 സീറോസ് 7000 മീറ്റർ ആണ്. പ്ലസ് ഈ യൂണിറ്റ് 50 സെന്റിമീറ്റർ സോറി 50 മീറ്റർ 50 മീറ്റർ. അപ്പോൾ 7000 പ്ലസ് 50 എന്ന് പറഞ്ഞാൽ എന്താണ്? 7050 എന്നാണ്. അവിടെ എങ്ങനെ എഴുതും? 7050 മീറ്റർ എന്നാണ് എഴുതേണ്ടത് അല്ലേ. ഇവിടെ 100 സ്ഥാനത്ത് സെന്റി, ഇവിടെ മീറ്ററിന് ഇവിടെ 100 സ്ഥാനത്ത് ഒന്നുമില്ല. 1s 10s മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? 4 ഡിജിറ്റ് നമ്പർ ഉണ്ടായിരിക്കണം. 7050 ആയിരിക്കണം. 1s 10s അവിടെ 1s അവിടെ 0, 10s അവിടെ 5, 1000 അവിടെ 100 അവിടെ 0, 1000 അവിടെ 7 7050. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പിന്നെ ആൻസർ എഴുതുകയാണ്. ഡാഷ് കിലോമീറ്റർ ഡാഷ് മീറ്റർ 3415 മീറ്റർ എന്നാണ്. അവസാനത്തെ 3 ഡിജിറ്റ് കൺസിഡർ ചെയ്യുക. കാരണം 1 കിലോമീറ്റർ 1000 മീറ്റർ ആണ്. 1000 മീറ്ററിന് 3 സീറോസ് ഉണ്ട്. അപ്പോൾ അവസാനത്തെ 3 ഡിജിറ്റ്സ് ഏതാണ്? 415. അപ്പം മീറ്ററിന്റെ സ്ഥാനത്ത് 415 എഴുതുക. 1000ന്റെ സ്ഥാനത്ത് 3 ആണ്. ആ 3 ഡിജിറ്റ് തൊട്ട് മുമ്പുള്ള നമ്പർ കമ്പ്ലീറ്റ് ഇവിടെ കിലോമീറ്റർ അവിടെ എഴുതി കൊടുക്കുക. 3 കിലോമീറ്റർ 415 മീറ്റർ. ഇനി ഡാഷ് കിലോമീറ്റർ ഡാഷ് മീറ്റർ എന്താണ്? 2725 മീറ്റർ. അവസാനത്തെ 3 ഡിജിറ്റ്സ് കൺസിഡർ ചെയ്യുക. അത് മീറ്റർ അവിടെ എഴുതി കൊടുക്കുക. 725 മീറ്റർ. ഈ 725 തൊട്ട് മുമ്പുള്ള നമ്പർ എന്താണ്? 2 കിലോമീറ്റർ 725 മീറ്റർ എന്നാണ്. 5 കിലോമീറ്റർ ഡാഷ് കിലോമീറ്റർ ഡാഷ് മീറ്റർ എന്ന് എഴുതുക.
5095 മീറ്റർ എന്നാണ്. അപ്പോൾ അവസാനത്തെ 3 ഡിജിറ്റ് ഏതാണ്? 095. 095 എന്ന് വെച്ചാൽ 95. 100 സ്ഥാനത്ത് ഒന്നുമില്ല, 95 ആണ് അല്ലേ? 95 മീറ്റർ. 1000 സ്ഥാനത്ത് 5 മാത്രമേ. 5 കിലോമീറ്റർ 95 മീറ്റർ ആണ് 5095 മീറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഇത് എളുപ്പമായിരുന്നു അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ ഹോംവർക്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് മിസ്സിനെ ഹോംവർക്ക് ആയിട്ട് സെൻഡ് ചെയ്യണം. പേജ് നമ്പർ 6, പേജ് നമ്പർ 7. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.